ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. അത് ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ എൻ്റെ കൂടെയല്ല, നമ്മുടെ ഷാജഹാനൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഷാജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഞാനിപ്പോൾ ഉള്ളത് നെഹ്റു ട്രോഫി വാർഡിലാണ്. നെഹ്റു ട്രോഫി വാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വള്ളംകളിയുടെ ഒരു നാടാണ് അത്. കുട്ടനാട് മൊത്തത്തിൽ പ്രത്യേകിച്ച് കേരളമൊക്കെ തന്നെ വള്ളംകളിയുടെ നാടാണ്. പക്ഷേ എങ്കിലും നെഹ്റു ട്രോഫി വാർഡ് എന്ന് പറയുമ്പോൾ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. നെഹ്റു ട്രോഫി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നാണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണല്ലോ വള്ളംകളി എന്ന് പറയുന്നത്. കാര്യം 100ഉം 110ഉം പേരൊക്കെ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു വള്ളംകളി. അപ്പോൾ ആ വള്ളംകളി നടക്കുന്ന നാട്ടിലാണ് നമ്മളുള്ളത്. എന്നോടൊപ്പം നമ്മുടെ ആലപ്പുഴ നഗരസഭയിലെ ചെയർപേഴ്സണാണ് ഉള്ളത്. ചെയർപേഴ്സൺ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അത് ഈ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്, നെഹ്റു ട്രോഫി വാർഡിലാണ്. നമുക്കറിയാം ആലപ്പുഴയിൽ ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു ചെയർപേഴ്സണാണ്. അത് LDFൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എന്തായാലും കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2016 ശേഷം കാലങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും മികച്ച നഗരസഭ എന്നുള്ളൊരു പേര് നമുക്കാണുള്ളത്, അല്ലേ ചെയർപേഴ്സൺ? എത്ര കാലമായിട്ടുണ്ട് അത്? മൊത്തത്തിൽ അത് എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? നമുക്ക് ഐസക് സാർ ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു മാലിന്യ നിർമ്മാർജ്ജന അത്തരത്തിലുള്ള ഒരു സംസ്കരണം കൊണ്ടുവന്നത്. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണമായിരുന്നു. അത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിലേക്ക് മാറ്റി കൊണ്ടുവന്നത് ഐസക് സാറ് MLA ആയി വന്നതിൻ്റെ നേതൃത്വത്തിലാണ്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് നമുക്ക് 2016 ശേഷം ഇങ്ങോട്ട് അവാർഡുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങി. സ്വച്ഛ് സർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ സ്വച്ഛ് സർവേഷൻ്റെ അവാർഡും ആലപ്പുഴ നഗരസഭയ്ക്ക്, അതായത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ കാര്യം. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആലപ്പുഴ നഗരസഭ തന്നെ അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ പാലിക്കാൻ ആലപ്പുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത്തവണ ചെയർപേഴ്സണായിട്ടല്ല, ജനങ്ങൾക്കിടയിലോട്ട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുകയാണ്. അതെ, ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് നെഹ്റു ട്രോഫി വാർഡിൽ വീണ്ടും വരുന്നത്. എങ്ങനെയാണ് പൊതുവെ ജനങ്ങളുടെയൊക്കെ ഒരു കഴിഞ്ഞ, നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പ്രധാനമായിട്ടും ചർച്ചാ വിഷയമാകുന്നത്. എങ്ങനെയാണ് ജനങ്ങൾ പൊതുവെ ഇപ്പോൾ ഈ വാർഡുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവരതിനെ കാണുന്നത്? അവർ നല്ല സ്വീകാര്യതയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സ്വീകാര്യതയോടുകൂടി നമ്മളെ കാണുവാനും നമ്മളോടൊപ്പം വീടുകളിൽ ചെന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ കൂടെ വരികയാണ് എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം കൂടെ വരികയാണ് ചെയ്യുന്നത്. രാജേഷ് ഫ്രണ്ട് ഇപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വാർഡിൽ അവരെ നമുക്ക് കാണാം. രാജേഷ് ഒന്ന് കാണിച്ചു വിട്ടു. നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ രാവിലെ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രചരണത്തിനിറങ്ങുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ജയമ്മയുടെ വാർഡിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് നെഹ്റു ട്രോഫി വാർഡിൽ നിർത്താനൊരു സ്ഥാനാർത്ഥി ഇല്ല, അല്ലേ? അങ്ങനെ ഒരു വാസ്തവം കൂടി ഇല്ലേ? അതെ, ആദ്യ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 2 തവണ വീടുകൾ കയറിയിറങ്ങിയതാണ്. ഏറ്റവും അവസാനം വന്നപ്പോൾ അവർ കാലുമാറി BJP ആയിട്ട് ഒത്തുചേർന്നുകൊണ്ട് സാമ്പത്തികം വരെ വാങ്ങി കാലുമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഇല്ല. മറ്റൊരു സ്വതന്ത്രം നിന്നിട്ട് ആ സ്വതന്ത്രനെ UDF ഇപ്പോൾ പിന്താങ്ങുന്ന സ്ഥിതിയിലേക്ക്, ദയനീയമായ രീതിയിലേക്ക് വന്നു. BJPയും കോൺഗ്രസും കൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നെഹ്റു ട്രോഫി വാർഡിൽ. പലയിടത്തും ഇങ്ങനെ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു അന്തർധാര സജീവമാണെന്ന് പറയുന്നെങ്കിലും ഇത് പ്രകടമായിട്ട് നമുക്ക് ഈ വാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെ, പല സ്ഥലത്തും അവർ കോൺഗ്രസും BJPയും ഒന്നിച്ചാണെന്ന് പറയുമ്പോഴും നമുക്ക് നെഹ്റു ട്രോഫി വാർഡിൽ നേരിട്ടുള്ള ഒരു കാഴ്ചയായി നെഹ്റു ട്രോഫി വാർഡിൽ തന്നെ അത് കാണാം. എന്തായാലും ഇവിടെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയോടൊപ്പം രാവിലെ ഇറങ്ങാനായിട്ടുള്ള പരിപാടിയാണ്. അതെ, വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനം. ചെറുപ്പക്കാരാണല്ലോ നിൽക്കുന്നത്. അതെ, യുവാക്കളുടെ പ്രാതിനിധ്യം ഇവിടെ വികസന നായികയ്ക്ക് KJMക്ക് ഉണ്ടാവും. അതിൻ്റെ എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ വാർഡിലും പ്രത്യേകിച്ച് നഗരസഭയുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് കാലമായിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ പാലം വരെ വന്നു? അതെ, 2 പാലങ്ങളാണ്. ഒരു പാലം പൂർത്തീകരിച്ചു, സ്റ്റാർട്ടിംഗ് പോയിന്റ് പാലം. കുന്നോടപ്പാലം 1 വർഷത്തിനകം പൂർത്തീകരിക്കും. വളരെ ദ്രുതഗതിയിലുള്ള പുരോഗമനമാണ് വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 120 കോടി രൂപയുടെ അടുത്ത് വികസന പ്രവർത്തനമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പൊതുവെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്? നിങ്ങളൊക്കെ രാവിലെ ഇത്രയും ഉഷാറായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം സ്ഥാനാർത്ഥി എത്രത്തോളം ശക്തിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 100% വിജയമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഇവിടെ എന്താ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവർ 10-40 വീട് കയറിയിട്ട് വീണ്ടും വേണ്ടെന്ന് വെച്ചാണ്. സ്ഥാനാർത്ഥിയുടെ പഞ്ഞം കൊണ്ടല്ല? അല്ലല്ല, സ്ഥാനാർത്ഥിയുടെ പഞ്ഞം തന്നെയാണ് എൻ്റെ കാര്യം. ഒന്നത്. രണ്ടാമത്തത് KK ജയമയെ പോലുള്ള ഒരാളുടെ ഒരിക്കൽ എതിർത്ത് ജയിക്കാൻ പറ്റിയ പാടാണ്. അവർ അടിയറ പറഞ്ഞു ഒരു തർക്കവും.
തീർച്ചയായിട്ടും അത് തന്നെ വലിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകരൊക്കെ പറയുന്നത് ജയമ്മയോട് മത്സരിച്ച് തോൽക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. അതെന്തോ ആകട്ടെ, അത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശമാണ്. പൊതുവേ ഈ കുട്ടനാട് പോലെയുള്ള ഒരു പ്രദേശത്ത്, കുട്ടനാടിൻ്റെ ഭാഗം കൂടിയാണല്ലോ, ഇപ്പം 2-3 പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ്, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി പോലുള്ളൊരു അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ലെവലിലൊരു മത്സരം നടക്കുന്ന ഈ സ്ഥലത്ത്? ഇപ്പോൾ പ്രധാനമായും നെഹ്റു ട്രോഫി വാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വാർഡാണ്. അത് പട്ടണവുമായി ബന്ധിപ്പിക്കണമെങ്കിൽ പാലം, അക്കരെ ഇക്കരെ പാലം വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ 3.5 കോടി രൂപ മുടക്കി നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പാലം നിർമ്മാണം പൂർത്തീകരിച്ചു. ഏറെ ബഹുമാന്യായ മിനിസ്റ്റർ വന്നിട്ട്, തദ്ദേശ മിനിസ്റ്റർ വന്ന് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ പുന്നമടയിലെ പാലം കാലങ്ങളായി കാത്തിരുന്ന ഒരു പാലമാണ്. 74.5 കോടി രൂപ, അതായത് 75 കോടി 50 ലക്ഷം രൂപയുടെ പാലമാണ് പുന്നമട പാലം വരുന്നത്. അത് അടുത്ത വർഷത്തോടു കൂടി അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഈ വാർഡിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ഒട്ടനവധി ആളുകളില്ല, 615 വീടുകൾ മാത്രമാണ് നെഹ്റു ട്രോഫി വാർഡിലുള്ളത്. പക്ഷേ എന്നിട്ടും ഈ LDF ഗവൺമെൻറ്, ഇടതുപക്ഷ സർക്കാർ ഈ വാർഡിന് വേണ്ടി തരുന്നത് നിസ്സാരമായ കാര്യങ്ങളല്ല. അതാണ് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ് പാവപ്പെട്ടവർ താമസിക്കുന്ന ഈ വാർഡിൽ ഇത്ര കോടിക്കണക്കിന് രൂപ ഇവിടെ തരുന്നത്. 120ഓളം കോടി രൂപയാണ് ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ ഏറെ ബഹുമാന്യായ MLA, അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ 120 കോടി രൂപയാണ്. മൊത്തത്തിൽ 5 പാടശേഖരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 5 പാടശേഖരങ്ങളുടെ ചുറ്റും റിംഗ് ബണ്ട് എന്ന് പറഞ്ഞാൽ കല്ലുകെട്ടാണ് മൊത്തം കെട്ടുന്നത്. ആ കല്ലുകെട്ട് കെട്ടി അതിനുശേഷം കോൺക്രീറ്റ് റോഡ് വരുന്നു. അങ്ങനെ കുടിവെള്ളം യാഥാർത്ഥ്യമാക്കിയ ഒരു വാർഡ്. കുടിവെള്ള പ്രശ്നത്തിന് കീറാമുട്ടിയായിട്ട് നിന്നതാണ് കുടിവെള്ള പ്രശ്നം. എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ. അങ്ങനെ നാട്ടുകാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിച്ച്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാക്കി, പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കിയെന്ന് നമുക്ക് ഇനിയും മനുഷ്യരല്ലേ, ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരെണ്ണം തീർന്നു കഴിയുമ്പോൾ അടുത്ത 5 വർഷം അതായിരിക്കും നമ്മളുടെ ലക്ഷ്യം. അതെ. എന്തായാലും വിനിഷ, രാവിലെ ഞാനും ആലപ്പുഴയിൽ തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കായൽ മേഖലയിലെ ഒരു വാർഡിലെ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. നിങ്ങൾക്കറിയാം, ഇവിടെ കാണാൻ എന്തോരം ആളുകളാണ് രാവിലെ ഈ പുലർച്ചെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങാനായിട്ട് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF ഓരോ വാർഡിലും നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ജനങ്ങൾ അവർ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്.